ഹായ് ഫ്രണ്ട്സ്, പി എസ് സി കോച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. ഇതിനു മുമ്പ് നാല് ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഈ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ 1 മുതൽ 4 വരെ ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ശേഷം മാത്രം അഞ്ചാമത്തെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ പഠന നിലവാരം പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത്. ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ വീക്കർ ഏരിയ ആദ്യം തന്നെ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ടെസ്റ്റുകൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ടെസ്റ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി കോഴിക്കോട്. ഓപ്ഷൻ ബി കാസർഗോഡാണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏത്? ഓപ്ഷൻ എ ജ്ഞാനപീഠ പുരസ്കാരം, ഓപ്ഷൻ ബി ഭാരത് രത്ന, ഓപ്ഷൻ സി ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, ഓപ്ഷൻ ഡി ഭട്നഗർ പുരസ്കാരം. ആൻസർ ഓപ്ഷൻ ഡി ഭട്നഗർ അവാർഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെയിൽവേയുടെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ആവടി, ഓപ്ഷൻ ബി പെരമ്പൂർ, ഓപ്ഷൻ സി വാരണാസി, ഓപ്ഷൻ ഡി വഡോദര. ആൻസർ ഓപ്ഷൻ ബി പെരമ്പൂർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഉൽക്കകൾ കത്തിച്ചാമ്പലാകുന്ന അന്തരീക്ഷ പാളിയത്? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി മിസോസ്ഫിയർ, ഓപ്ഷൻ ഡി തെർമോസ്ഫിയർ. ആൻസർ ഓപ്ഷൻ സി മിസോസ്ഫിയർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയസ്തംഭനം, ശ്വസനം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമേത്? ഓപ്ഷൻ എ സെറിബെല്ലം, ഓപ്ഷൻ ബി സെറിബ്രം, ഓപ്ഷൻ സി തലാമസ്, ഓപ്ഷൻ ഡി മെഡുല ഒബ്ലാങ്കേറ്റ. ഓപ്ഷൻ ഡി മെഡുല ഒബ്ലാങ്കേറ്റ. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി എറണാകുളം. ഓപ്ഷൻ ഡി എറണാകുളമാണ് കറക്റ്റ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സിംഗറൗലി താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ആൻസർ ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചൈനീസ് സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ ആരുടെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്? ഓപ്ഷൻ എ കനിഷ്കൻ, ഓപ്ഷൻ ബി ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, ഓപ്ഷൻ സി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, ഓപ്ഷൻ ഡി ഹർഷവർദ്ധനൻ. ആൻസർ ഓപ്ഷൻ ബി ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യം രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണം? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 2. ഓപ്ഷൻ എ 8. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ വിടാനുള്ള ചരിത്ര പ്രഖ്യാപനം ക്ലെമന്റ് അറ്റ്ലി നടത്തിയതെന്ന്? ഓപ്ഷൻ എ 1947 ജൂൺ 3, ഓപ്ഷൻ ബി 1947 ജൂൺ 4, ഓപ്ഷൻ സി 1947 ജൂലൈ 4, ഓപ്ഷൻ ഡി 1947 ഫെബ്രുവരി 20. ഓപ്ഷൻ ഡി 1947 ഫെബ്രുവരി 20. 11ാമത്തെ ക്വസ്റ്റ്യൻ, ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ ഏത്? ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി കൊങ്കണി, ഓപ്ഷൻ സി ബംഗാളി, ഓപ്ഷൻ ഡി ഉറുദു. ഓപ്ഷൻ സി ബംഗാളി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി കൊച്ചി.
ഓപ്ഷൻ എ മുംബൈ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി നാഗാലാൻഡ്. ഓപ്ഷൻ സി മധ്യപ്രദേശ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, നിത്യഹരിത എയർലൈൻസ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ തായ്വാൻ, ഓപ്ഷൻ ബി മലേഷ്യ, ഓപ്ഷൻ സി ഫിലിപ്പീൻസ്, ഓപ്ഷൻ ഡി സിംഗപ്പൂർ. ഓപ്ഷൻ എ തായ്വാൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാർക്കിൽ അംഗമല്ലാത്ത രാജ്യം. ഓപ്ഷൻ എ ശ്രീലങ്ക, ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ സി മാലദ്വീപ്, ഓപ്ഷൻ ഡി മ്യാൻമാർ. ഓപ്ഷൻ ഡി മ്യാൻമാർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ദ്വിമണ്ഡല നിയമസഭ ഉള്ള സംസ്ഥാനം. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഓപ്ഷൻ എ കർണാടക. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഗ, ബലി, ശുൽക്ക എന്നിവ മൗര്യ കാലഘട്ടത്തിലെ വിവിധ ഇനം ഡാഷാണ്. ഓപ്ഷൻ എ നാണയങ്ങൾ, ഓപ്ഷൻ ബി ഭൂപ്രദേശങ്ങൾ, ഓപ്ഷൻ സി ബലികർമ്മങ്ങൾ, ഓപ്ഷൻ ഡി നികുതികൾ. ഓപ്ഷൻ ഡി നികുതികൾ. 18ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്രത്തിന് അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഭരണഘടന ഉൾക്കൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി അയർലൻഡ്, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഓപ്ഷൻ സി കാനഡ. 19ാമത്തെ ക്വസ്റ്റ്യൻ, വെൽവെറ്റ് വിപ്ലവം നടന്ന രാജ്യം. ഓപ്ഷൻ എ വിയറ്റ്നാം, ഓപ്ഷൻ ബി തുർക്കി, ഓപ്ഷൻ സി ചെക്കോസ്ലോവാക്യ, ഓപ്ഷൻ ഡി ബെൽജിയം. ഓപ്ഷൻ സി ചെക്കോസ്ലോവാക്യ. 20ാമത്തെ ക്വസ്റ്റ്യൻ, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് എന്നിവ ഒരേ അളവ് കാണിക്കുന്ന ഊഷ്മാവ് ഏത്. ഓപ്ഷൻ എ -273 ഡിഗ്രി, ഓപ്ഷൻ ബി -32, ഓപ്ഷൻ സി 273, ഓപ്ഷൻ ഡി -40. ഓപ്ഷൻ ഡി -40. 21ാമത്തെ ക്വസ്റ്റ്യൻ, നബാർഡ് സ്ഥാപിതമായതെന്ന്. ഓപ്ഷൻ എ 1982 ജൂലൈ 7, ഓപ്ഷൻ ബി 1982 ജൂലൈ 12, ഓപ്ഷൻ സി 1982 ജൂൺ 7, ഓപ്ഷൻ ഡി 1982 ജൂൺ 12. ഓപ്ഷൻ ബി 1982 ജൂലൈ 12. 22ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി വിശാഖപട്ടണം, ഓപ്ഷൻ സി മംഗലാപുരം, ഓപ്ഷൻ ഡി കൊൽക്കത്ത. ഓപ്ഷൻ ബി വിശാഖപട്ടണം. 23ാമത്തെ ക്വസ്റ്റ്യൻ, പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്. ഓപ്ഷൻ എ 1955 മെയ് 8, ഓപ്ഷൻ ബി 1956 ജൂലൈ 19, ഓപ്ഷൻ സി 1957 ജൂലൈ 1, ഓപ്ഷൻ ഡി 1959 മെയ് 15. ഓപ്ഷൻ എ 1955 മെയ് 8. 26ാമത്തെ ക്വസ്റ്റ്യൻ, ജലത്തെ ആഗിരണം ചെയ്യുന്ന ശരീരത്തിലെ ദഹനേന്ദ്രിയ ഭാഗം. ഓപ്ഷൻ എ ചെറുകുടൽ, ഓപ്ഷൻ ബി വൻകുടൽ, ഓപ്ഷൻ സി പ്ലീഹ, ഓപ്ഷൻ ഡി ആമാശയം. ഓപ്ഷൻ ബി വൻകുടൽ. 25ാമത്തെ ക്വസ്റ്റ്യൻ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം ചർച്ച ചെയ്ത് പാസാക്കിയ നിയമം. ഓപ്ഷൻ എ 1957 കേരള അഗ്രേറിയൻ റിലേഷൻഷിപ്പ് ബില്ല്, ഓപ്ഷൻ ബി 1957 കേരള വിദ്യാഭ്യാസ ബില്ല്, ഓപ്ഷൻ സി 1963 കേരള ഭൂപരിഷ്കരണ ബില്ല്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ എ 1957 കേരള അഗ്രേറിയൻ റിലേഷൻസ് ബില്ല്.
26ാമത്തെ ക്വസ്റ്റ്യൻ ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം ഏത്? ഓപ്ഷൻ എ കുമയൂൺ ഹിമാലയം, ഓപ്ഷൻ ബി ആസാം ഹിമാലയം, ഓപ്ഷൻ സി നേപ്പാൾ ഹിമാലയം, ഓപ്ഷൻ ഡി പഞ്ചാബ് ഹിമാലയം. ഓപ്ഷൻ ബി ആസാം ഹിമാലയം. 27ാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഓപ്ഷൻ എ റെയ്മണ്ട് റോളണ്ട്, ഓപ്ഷൻ ബി ആർ.എൻ. മധോൽക്കർ, ഓപ്ഷൻ സി മഹാദേവ് ദേശായി, ഓപ്ഷൻ ഡി ജോൺ റസ്കിൻ. ആൻസർ ഓപ്ഷൻ സി മഹാദേവ് ദേശായി. 28ാമത്തെ ക്വസ്റ്റ്യൻ നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത്? ഓപ്ഷൻ എ രാജ്ഗുരു, ഓപ്ഷൻ ബി ഭഗത് സിംഗ്, ഓപ്ഷൻ സി ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ ഡി വി ഡി സവർക്കർ. ആൻസർ ഓപ്ഷൻ ബി ഭഗത് സിംഗ്. 29ാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര മണ്ണ് ദിനം? ഓപ്ഷൻ എ ജൂൺ 5, ഓപ്ഷൻ ബി ഒക്ടോബർ 5, ഓപ്ഷൻ സി ഫെബ്രുവരി 28, ഓപ്ഷൻ ഡി ഡിസംബർ 5. ആൻസർ ഓപ്ഷൻ ഡി ഡിസംബർ 5. 30ാമത്തെ ക്വസ്റ്റ്യൻ ഡെൻഡ്രോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ എ പല്ല്, ഓപ്ഷൻ ബി വൃക്ഷം, ഓപ്ഷൻ സി അസ്ഥി, ഓപ്ഷൻ ഡി വിത്ത്. ഓപ്ഷൻ ബി വൃക്ഷം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങൾ അടുത്ത ഫ്രണ്ട്സുമായിട്ടെല്ലാം ക്ലാസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് എല്ലാം രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം PSC കോച്ച്.